ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങളെല്ലാവരും സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. സെറ്റ് പരീക്ഷ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരും സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ലൈവിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്ലസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അനാലിസിസ് മാത്രമായിട്ട് പോയാൽ നമുക്ക് ഒരു പരിപൂർണമായിട്ടുള്ള ഗുണം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തെന്നാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിലുമുള്ള ഒരു ലൈവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസ്കഷൻ പ്ലസ് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവർക്കും സ്വാഗതം ഒന്നുകൂടി. അപ്പം നമ്മൾ ഈ ലൈവ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓവറോൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. അതല്ല എന്ന് ആർക്കും സമ്മതിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാം എഴുതിയ സെറ്റിൻ്റെ എക്സാം എഴുതിയ ഒരാളെങ്കിലും ഇപ്പോൾ ഈ ലൈവ് കാണുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാര്യം അവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. കാരണം കഴിഞ്ഞ തവണത്തെ എക്സാം ഇതുവരെ ടച്ച് ചെയ്യാത്ത പോർഷൻസിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ സെറ്റ് എക്സാം ആണെങ്കിൽ പോലും ആ ഒരു ലെവലിൽ നിന്നും കുറച്ച് ഹയർ ലെവലിലേക്ക് മാറി അതൊരു കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക് അത് മാറുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പം ഒന്നാമത് അതിന് ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്തു വരുന്നു. ഇത് കുറയാൻ വല്ല സാധ്യതയുണ്ടോ? ഡിഫിക്കൽട്ടി ലെവൽ കുറയാൻ വല്ല സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഡിഫിക്കൽട്ടി ലെവൽ ഒരിക്കലും കുറയില്ല. കാരണം നമുക്കറിയാം, ഈ നിങ്ങൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആകാൻ വേണ്ടി ഒരുങ്ങുന്നവരാണ്. അപ്പം ആകർഷകമായ ഒരു പോസ്റ്റാണ്, ശരിയല്ലേ? പേയ്മെൻറ്റും നല്ലൊരു പേയ്മെൻറ്റാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസറുടേതായിട്ടുള്ള കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ആ ലെക്ചറർ, ആ പോസ്റ്റിൻ്റെ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള പേയ്മെൻറ്റും സൗകര്യങ്ങളും എല്ലാം ഈ പോസ്റ്റിനും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടുതലായിരിക്കും, അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും എണ്ണം കൂടി വരുന്നു. ഇപ്പോൾ കോമ്പറ്റീഷനും കൂടി വരും. ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി വരുമ്പോൾ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എക്സാമിൻ്റെ ലെവൽ കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. സോ ഇനി അങ്ങോട്ട് പോകുന്തോറും until and unless the mode or pattern of question changes, the difficulty level will go on increasing. ഉറപ്പാണ്, ഡിഫിക്കൽട്ടി ലെവലിൽ ഒരു കുറവും സംഭവിക്കില്ല. ഇനി ഇതിൽ ഏത് പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടൻറ്റ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നമുക്ക് പറയാനേ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പം ഞാനൊരു 3-4 ബാച്ചുകൾക്കായിട്ട് ഇപ്പം കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഏത് പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് പോർഷനാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ കോർ പേപ്പറുകൾ പഠിച്ചിട്ട് പോയാൽ, എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഏത് ക്ലാസ്സിലും ഞാൻ പറയാറുള്ളതാണ്, കോർ പേപ്പർ ക്ലാസിക്കൽ, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇങ്ങനത്തെ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇങ്ങനത്തെയൊക്കെ കോർ പേപ്പറുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് ആ പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്നും വിടാതെ നന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാനുള്ള മരുന്നായി. അത് മതി. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് പഠിക്കുന്നത്, സ്പെക്ട്രോസ്കോപ്പി ആയാലും ന്യൂക്ലിയർ ഫിസിക്സ് ആയാലും അങ്ങനത്തെ പോർഷൻസൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ നിന്നും പോകുന്ന ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? ശരിയല്ലേ? ഇതിനകത്തുനിന്ന് ഈ 120 ചോദ്യങ്ങൾ എല്ലാം ഈ ഭാഗത്തു നിന്നായിരിക്കില്ല. അപ്പം ഇതിൽ നിന്നൊരു 60 ചോദ്യങ്ങൾ നമ്മൾ കിട്ടിയാൽ ബാക്കിയുള്ള പോർഷൻസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്താൽ ഈ കോർ പേപ്പറിൽ നിന്ന് നമുക്ക് മിസ് ഔട്ട് ആകുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പോർഷന് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പോർഷൻ പഠിക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും പഠിക്കണം. പക്ഷേ കോർ പേപ്പറുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. ബാക്കിയുള്ളത് ഒരാഴ്ച എടുത്ത് പഠിക്കുന്നതാണെങ്കിൽ കോർ പേപ്പറുകൾ 2 ആഴ്ച എടുത്ത് പഠിക്കണം. അപ്പം ഈ കോർ പേപ്പറുകൾ പഠിക്കുമ്പോൾ മറ്റേത് ബോണസായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോർ പേപ്പറുകളിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്തവണത്തെ ആണെങ്കിൽ നമുക്ക് നിസ്സാരം മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുത്താലറിയാം, ഒരു 15 ചോദ്യങ്ങളെങ്കിലും മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ തവണത്തെ സെറ്റ് പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അത് ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ തന്നെ
സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 5 or 6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പോർഷനിൽ തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 5-6 ചോദ്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നുണ്ടായിരുന്നു. നിസ്സാര സിമ്പിളായിട്ട് അവർ 1 dimensional ബോക്സിൻ്റെ പ്രോബ്ലമൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അത് നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ പേന പോലും എടുക്കാതെ ജസ്റ്റ് കറപ്പിച്ച് വെച്ചാൽ ഉത്തരമായി. അത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ നിന്ന് ഒരു 5 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ ബേസ് ചെയ്ത് 1-2 ചോദ്യങ്ങളും പിന്നെ 2-3 ചോദ്യങ്ങൾ അതിനകത്തു നിന്നുണ്ടാവും. ഒരു ചോദ്യം നിർബന്ധമായും തെർമോഡൈനാമിക്സിൽ നിന്നുണ്ടാവും. കഴിഞ്ഞ തവണ എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ തവണയും ഇങ്ങനൊരു പാറ്റേണാണ് കണ്ടുവരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് മുതൽ കുറച്ച് ഡീപ്പായിട്ട് ഇത് ഇറങ്ങുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീപ്പർ ലെവലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ചില പോർഷൻസൊക്കെ ഉണ്ട്, നമുക്ക് ഇവർ മിക്സ് ചെയ്ത് ചോദിക്കുന്ന കുറേ പോർഷൻസൊക്കെ ഉണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് സ്പെഷ്യൽ ഫങ്ഷൻസ് അങ്ങനെ ചോദിക്കും. പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ ഫങ്ഷൻസും ഇലക്ട്രോ ഡൈനാമിക്സും തമ്മിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള മിക്സ് ചെയ്തുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇപ്പം രേഷ്മ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബേസ്ഡ് സ്റ്റഡി ഹെൽപ്ഫുൾ ആണോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് കാണാതെ പഠിക്കരുതെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ അത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചാൽ നമുക്ക് കിട്ടും എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പോക്ക് വെച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അത് ഈ ക്വസ്റ്റ്യൻസ് എന്നല്ല, ഏത് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ നമ്മൾ എത്രത്തോളം മാക്സിമം പ്രോബ്ലം ചെയ്യുന്നു അത്രത്തോളം നമുക്കിത് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. അപ്പം പ്രോബ്ലമായിട്ട് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾ അത്രത്തോളം തന്നെ നമ്മുടെ പഠനത്തിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കിയുള്ള പോർഷൻസ് പഠിക്കാനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യന് ബന്ധപ്പെട്ട തിയറിയും മാത്രം പഠിച്ചു പോയാൽ അടുത്ത തവണ ഇതായിരിക്കില്ല ചോദിക്കുന്നത്. ഇത്തവണ ഫോക്കസ് കൊടുത്ത ഏരിയയിൽ നിന്നായിരിക്കില്ല അടുത്ത തവണ ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ച് പഠിക്കരുത്. അതും പഠിക്കുന്നതും ഹെൽപ്ഫുള്ളാണ്, പ്രൊവൈഡഡ് യു ഷുഡ് നോ ഓൾ അതർ തിങ്സ്. അങ്ങനെയാണെങ്കിൽ അത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പോക്ക്. കുറച്ച് ലെവൽ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം നമ്മൾ പഠനത്തിൻ്റെ ലെവലും കൂട്ടിയെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ എങ്ങനെ പഠിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം. ഈ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും നമുക്ക് ഈ ടോപ്പ് റാങ്കുകളിൽ വരുന്നതിൽ ഭൂരിപക്ഷം പേരും കോച്ചിങ്ങിന് പോയവരൊക്കെയാണ്. അല്ല, കോച്ചിങ്ങിന് പോകാത്ത വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഈ പരീക്ഷകൾക്കൊക്കെ ടോപ്പ് ലെവലിൽ വരുന്നുള്ളൂ. അല്ലാത്ത ഭൂരിപക്ഷം പേരും കോച്ചിങ്ങിന് പോകുന്നവരാണ്. കോച്ചിങ്ങിനൊക്കെ പോയാൽ ഇതിന് കുറേ കൂടി ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇപ്പം രേഷ്മയൊക്കെ ചോദിച്ചതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വിശ്വസിച്ച് വീട്ടിലിരുന്നാൽ നമുക്കത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. കാരണം നമുക്ക് ഇതെന്താണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഈ കാലാകാലങ്ങളായിട്ട് ഈ കോച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. എങ്ങോട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ പോക്ക്, എങ്ങനെയായിരിക്കും ഇനി അടുത്ത തവണ ഏതൊക്കെ പോർഷൻസ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ കുറേയധികം ക്വസ്റ്റ്യൻസിൻ്റെ പൂൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ കോച്ചിങ്ങുകൾക്കൊക്കെ ഉപകാരമാണ്. കോച്ചിങ്ങിന് പോകുന്നതൊക്കെ വളരെ ഉപകാരമാണ്. സോ അത്രയാണ് ഇതിനെ ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. This is a special offer in competitive cracker. We have already started 6-month course. ഇപ്പം ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, സെറ്റിൻ്റെ ജനറൽ പേപ്പർ, കൊമേഴ്സ്, ഇത്രയും ആണ് നമ്മുടെ സെറ്റിൻ്റെ പാക്കേജ്. ഇത്രയും കോഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. അത് ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ഓഫർ എന്താണെന്നും കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പം എന്തുകൊണ്ടും ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ദ മോഡ് ഓഫ് ടീച്ചിങ്
and the way we approach the exams and the level of the weekly exams that you are facing ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോച്ചിങ് വളരെ നല്ലതാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ സമയം കളയാതെ തന്നെ സമീപിച്ച് നോക്കുക. ഓക്കെ, അപ്പം സെറ്റിൻ്റെ പേപ്പറുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്ന് ഞാനുണ്ട്, പിന്നെ ഹരിത മിസ്, രേഷ്മ മിസ്, 3 പേരാണ് ഉണ്ടാവുക. സോ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഒക്കെ ഈ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളാണ്, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുമ്പിലത്തെയൊക്കെ നിങ്ങൾ പല സോഴ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് ഈ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും ഹൈലി ഒത്തിരി ഹൈ ലെവലായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല, ഒരു മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ കുറച്ച് ഡീപ്പർ സെൻസിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്യാത്ത ഏരിയയിൽ നിന്നൊക്കെ ഇവർ പെറുക്കി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ലെറ്റ് us see the de Broglie wavelength of an electron accelerated through a potential difference of 10 kilovolt is. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. de Broglie wavelength of an electron accelerated through a potential difference. നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് അറിയാവുന്നതാണ്. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ് p² ഡിവൈഡഡ് ബൈ 2m. ഇതൊന്നും സത്യം പറഞ്ഞ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി മാത്രമാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ബൈ 2m. ദിസ് ഈസ് ഈക്വൽ ടു the potential EV. So from this we can write P is equal to root of 2m into EV. 2m into EV. So what is the de Broglie wavelength? Lambda is equal to h by p. So lambda is equal to h by root of 2m EV. h by root of 2m EV. So just substitute ചെയ്താൽ മതി. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. which is equal to lambda is equal to hന്റെ വാല്യൂ എന്താണ്? 6.626 into 10 raised to minus 23 divided by root of 2 into. അപ്പം ഇങ്ങനത്തെ കോൺസ്റ്റൻറ്റുകളുടെയൊക്കെ വാല്യൂ ചിലപ്പോൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് കയറുമ്പോൾ പരീക്ഷയുടെ ടെൻഷനിൽ ചിലപ്പോൾ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, എച്ച്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. കാരണം ഇതൊക്കെ നമുക്കിപ്പം നിസ്സാരമാണെന്ന് തോന്നും. ഇപ്പം കാരണം എന്താണ്? ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്, സ്വസ്ഥമാണ്, സമാധാനമാണ്. പരീക്ഷയ്ക്ക് ചെന്ന് കയറുമ്പോഴായിരിക്കും നമുക്ക് വിയർപ്പ്, നെഞ്ചുവേദന, മുട്ടുവിറയൽ ആദിയായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോഴേ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ 2 into 9.1 into 10 raised to minus 31 കിലോഗ്രാം ഇൻറ്റു ചാർജ് എത്രയാ? 1.6 into 10 raised to minus 19 കൂളംസ് അല്ലേ, ഇൻറ്റു വോൾട്ട് എത്രയാ? 10 കിലോ വോൾട്ടാണ്. സോ 10 into 10 raised to 3 വോൾട്ട്. 10 into 10 raised to 3 വോൾട്ട്. ഓർത്തോണം, ഒന്നുകിൽ തന്നിരിക്കുന്ന വോൾട്ടേജിന് ഇലക്ട്രോൺ വോൾട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാന്യമായിട്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് സം 6.62 into 6.6 into 10 raised to minus 23 divided by ഇത് നോക്കിക്കേ, 31, 19, 50. 50-ൽ നിന്ന് 4 പോയാൽ 46. 46 എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 10 raised to minus 23. minus 23 മുകളിൽ വരുമ്പോൾ 10 raised to 23 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.1 into 1.6 എന്ന് പറയുമ്പോൾ 3/2 ആണ്. 2 2 പോയി. and 9 into 3 is 27. root of somewhat 27. root of 27 എന്ന് വരും. so this is 6.6 into 10 raised to minus 23, 10 raised to 23 പോയി, divided by root of 27 എന്ന് പറയുന്നത് somewhat 5.3 സംതിങ് വരും അല്ലേ, ശരിയല്ലേ? 5.3. so this is equal to about എത്ര വരും? 1.23. 1.23. ഇനി ഇത് 1.23 നാനോമീറ്റർ ആണോ ആങ്സ്ട്രോ ആണോ? യെസ്, പറയാം, വരുന്നു. ഉമ്മുൽ ഹൈറ. ഉമ്മുൽ ഹൈറ, യെസ്, കമ്മിങ്, അതിലേക്ക് വരികയാണ്. സോ 1.23
ഇത് നാനോമീറ്റർ ആണോ ആങ്സ്ട്രോ ആണോ എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. ഈ ഫോർമുല ഉപയോഗിക്കുകയാണ്, ലാംഡ ഇസ് ഈക്വൽ ടു h/√2m ev ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ നാനോമീറ്റേഴ്സ്. ഇറ്റ് വിൽ ബി ഇൻ നാനോമീറ്റേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. എപ്പോഴും ഓർക്കുക, ലാംഡ ഇസ് ഈക്വൽ ടു h/√2m ev. യെസ്, ഇൻ നാനോമീറ്റർ യു ആർ റൈറ്റ് ഉമ്മുൽ ഹൈറ. യെസ്, അപ്പം ഇത് 1.23 നാനോമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. നമ്മൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ഈസ് ഈക്വൽ ടു ev, പി കണ്ടുപിടിച്ചു, h/p, ലാംഡ ഈക്വൽ ടു h/p, എന്നിട്ട് ലാംഡയുടെ വാല്യൂ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊക്കെ കുറച്ച് മനക്കണക്കും കൂടെ നമ്മൾ അറിയണം കേട്ടോ. ഇതൊക്കെ അല്ലാതെ നമ്മളിത് 2 × 9.1 എന്നൊക്കെ നമ്മൾ ചെറു ക്ലാസ്സിലൊക്കെ എഴുതുന്നത് പോലെ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ ഇത് മുഴുവൻ എഴുതി വെച്ച് ചെയ്യാൻ പോയാൽ 2 സെറ്റ് എക്സാം കഴിഞ്ഞ് 4ാമത്തെ സെറ്റ് എക്സാമിനെ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ മനക്കണക്ക് ഹൃദയസ്ഥമാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ 10⁻34. യെസ്, 10⁻34. സോറി, യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തന്നെ നമുക്ക് തെറ്റി. 10⁻34. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. 10⁻34 ആയി. ഇവിടെ 10⁻34 ആണ്. -34. അപ്പം -34 ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? 10⁻34 10⁻23 എത്ര വന്നു? 10⁻−9. 10⁻−9. അപ്പം 10⁻−9 എന്ന് പറയുമ്പം നാനോമീറ്റേഴ്സ് കിട്ടുന്നത് നാനോമീറ്ററിലാണ് കേട്ടോ. തോംസൺ. യെസ്, താങ്ക് യു വെരി മച്ച്. 10⁻34. അപ്പം 10⁻−9 കിട്ടി. ഇപ്പം നാനോമീറ്ററിലായി. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നോക്കുക, ഇപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഇലക്ട്രോണിൻ്റെ കേസാണെങ്കിൽ ഉമ്മുൽ ഹൈറ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിൻ്റെ കേസാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ, ഇഫ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ലാംഡ ഇസ് ഈക്വൽ ടു, യു ക്യാൻ യൂസ് 12.27 ഡിവൈഡഡ് ബൈ √v ആങ്സ്ട്രം. ദിസ് ഈസ് ദ ഈ എച്ചും ബാക്കി എല്ലാത്തിൻ്റെയും എച്ച് അടിയിലുള്ള √2m ev അതിൻ്റെ എല്ലാം h/√2m ev. ഇത്രയും സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് റിസൾട്ടാണിത്. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ യു ക്യാൻ യൂസ് ലാംഡ ഇസ് ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ √v ആങ്സ്ട്രം. ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ. ഇത് എനിക്ക് ഓർമ്മശക്തി കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻസ് ഒക്കെ പരമാവധി കുറച്ചേ പഠിക്കാറുള്ളൂ. അപ്പം ജസ്റ്റ് നമ്മൾ ഇതിന് മുമ്പിലത്തെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും ആൽഫ പാർട്ടിക്കിൾ ആയാലും എന്താണേലും നമുക്ക് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? 12.27 ഡിവൈഡഡ് ബൈ √v √10⁻⁴ അല്ലേ? 12.27 × 10⁻⁴ അല്ലേ? 10⁻⁴ വോൾട്ടിലാണേ. കിലോ വോൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും വോൾട്ടേക്ക് മാറ്റാൻ നോക്കുക. സോ ദിസ് ഈസ് 0.1227 ആങ്സ്ട്രം. 0.1227 ആങ്സ്ട്രം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1.227 നാനോമീറ്റർ. 1.227 നാനോമീറ്റർ. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ ടു യു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇത് ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് ഇലക്ട്രോൺ ആണെങ്കിൽ മാത്രമാണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, എപ്പോഴും ഞാൻ പറയാറുള്ളത് സ്റ്റിക്ക് ഓൺ ടു ദ ബേസിക്സ്. ബേസിക്കായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് തുടങ്ങുക. അപ്പം തെറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് നോക്കുക. ഫോർ ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ H ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേറ്റർ X, the value of commutator x, h ഈക്വൽസ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന എളുപ്പമുള്ള ചോദ്യങ്ങളിൽ ഒന്ന് ഇതാ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയെ നിർബന്ധമായും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഈ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്ര, ആംഗുലാർ മൊമെൻ്റം ഓൾജിബ്ര, ഇതൊക്കെ ഒരുമിച്ച് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ്. അത് നോക്കിയിട്ട് പോവുക. ഓക്കെ, ആംഗുലാർ മൊമെൻ്റം, സ്പിൻ ആംഗുലാർ മൊമെൻ്റം, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. മറന്നു പോകരുത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ ഓപ്പറേഷൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ
ഹിയർ സി ഫോർ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേറ്റർ എക്സ്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാ എന്താ? പി സ്ക്വയർ ബൈ 2m പ്ലസ് വി. പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓർ വി ഓഫ് എക്സ്. അത് 1 ഡയമെൻഷനിലാണ്. കോർഡിനേറ്റ് ഓപ്പറേറ്റർ എക്സ് ആണെന്ന് പറയുന്നുണ്ട്. വി ഓഫ് എക്സ് എന്തുവാ? നോട്ട് എ മാറ്റർ. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഏറ്റവും ഉള്ളിലുള്ള കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എടുക്കുക. ദാറ്റ് ഈസ് എക്സ് കോമ എച്ച്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് കോമ പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് എക്സ് അല്ലേ? ശരിയല്ലേ? അപ്പം കമ്മ്യൂട്ടേറ്റർ ഒന്നിത്, അടുത്തത് ഇത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ കോമ ഫങ്ഷൻ ഓഫ് എ. കമ്മ്യൂട്ടേറ്റർ എ കോമ ഫങ്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഡെഫിനിറ്റ്ലി 0. കമ്മ്യൂട്ടേറ്റർ എ കോമ ഫങ്ഷൻ ഓഫ് എ ഈസ് 0. സോ എക്സ് കോമ വി ഓഫ് എക്സ് എന്ന് പറയുന്നതായിരിക്കും 0. ഇനി മിച്ചമുള്ള എന്താ ഉള്ളൂ? കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ പി സ്ക്വയർ. പുറത്ത് എന്ത് വരും? 1/2m അല്ലേ? ശരിയല്ലേ? 1/2m. അത് അകത്ത് കിടന്നാൽ ഒരു കാര്യവുമില്ല. സോ വലിച്ച് പുറത്തിട്ടു. ഇസ് ഈക്വൽ 1/2m ഇൻറ്റു എക്സ് കോമ പി സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു 1/2m ഇൻറ്റു എക്സ് കോമ, ശ്രദ്ധിക്കുക ഞാനിങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കുക, എക്സ് കോമ പി ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് പി. പി സ്ക്വയർ ആയതുകൊണ്ട് എക്സ് കോമ പി ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് പി. പി സ്ക്വയർ, പി ക്യൂബ്, പി റൈസ് ടു 4 ഏത് ഇങ്ങനത്തെ സ്ക്വയറുകൾ വന്നാലും എക്സ് കോമ പി ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് പി. 2 and 2 ക്യാൻസൽസ്. വാട്ട് ഈസ് കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ പി? ഇറ്റ് ഈസ് IH cross. So this is IH cross into P by M. IH cross into P by M. IH cross into P by M. കിട്ടിയോ? എക്സ് കോമ എച്ച് ഈസ് IH cross into P by M. ഇനി അടുത്തത് എന്താണ്? എക്സ് കോമ എച്ച്. കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച്. എക്സ് കോമ വാട്ട് ഈസ് ദാറ്റ്? IH cross P by M. IH cross into P by M. This is equal to IH cross by M ഒരു യൂസ്ഫുൾ ഇല്ല, പുറത്തിടാം. IH cross by M into x comma P. What is x comma P? IH cross. So this is IH cross into IH cross by M. What is IH cross into IH cross? I into I is minus. I into I is minus. So minus H cross square by M. So minus H cross square by M. കിട്ടിയല്ലോ? സോ ഇങ്ങനത്തെ ട്രിക്കുകൾ ഓർത്തിരിക്കുക. എ കോമ എഫ് ഓഫ് എ ഫങ്ഷൻ ഓഫ് എ 0. പിന്നെ എക്സ് കോമ പി സ്ക്വയർ എന്ന് പറയുന്നത് 1/x കോമ പി ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് പി. ഒറ്റ തവണ പിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പുറത്തെഴുതുക. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ. ദാറ്റ് ഈസ് ദ ട്രിക്ക്. മനസ്സിലായല്ലോ? ഇത് പിടി കിട്ടിയെന്ന് കരുതുന്നു. സോ ദിസ് ഈസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ എം. ഏറ്റവും ഉള്ളിലുള്ള കമ്മ്യൂട്ടേറ്ററിനെ ആദ്യം സോൾവ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് വെച്ച് പുറത്തുള്ളതിനെ സോൾവ് ചെയ്യുക. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. വളരെ എളുപ്പമല്ലേ? സിമ്പിളാണ്. സി ദ നെക്സ്റ്റ് വൺ. ഇതാണ് സൽമാൻ. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. നോക്കുക. ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ 1-dimensional പൊട്ടൻഷ്യൽ വെൽ ഓഫ് വിഡ്ത്ത് എ, ദ അലൗഡ് എനർജി ആൻഡ് ഐഗൻ ഫങ്ഷൻസ് ആർ റെസ്പെക്റ്റീവ്ലി. നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം സിമ്പിളായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ചോദിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്പെല്ലിങ്ങേ ഉള്ളൂ. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ചോദ്യം. നോക്കുക, എന്താണ് 1-dimensional പൊട്ടൻഷ്യൽ വെല്ലിൽ ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയും ഐഗൻ ഫങ്ഷനും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? സാരം സിമ്പിൾ. പേന പോലും എടുക്കാതെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. കാരണം ഇത് പലതവണ നമ്മൾ പരീക്ഷയ്ക്ക് പ്രൂവ് ചെയ്തും അല്ലാതെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പ്രൂഫ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വാട്ട് ഈസ് എനർജി? എനർജി En ഈസ് ഈക്വൽ ടു n² π² h ക്രോസ് സ്ക്വയർ ബൈ 2m. തന്നിരിക്കുന്ന ഓപ്ഷനിൽ h ക്രോസ് സ്ക്വയറിൻ്റെ ടേംസിലല്ല,
എച്ച് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എച്ച് ക്രോസ്? ഇറ്റ്സ് എച്ച് ബൈ 2π. എച്ച് ക്രോസ് എച്ച് ബൈ 2π. ജസ്റ്റ് അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ ഇൻറ്റു 2m. പൈ സ്ക്വയർ ആൻഡ് പൈ സ്ക്വയർ ക്യാൻസൽസ് ആൻഡ് ഇറ്റ് വിൽ ബി എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m. n square h square divide 2m a square. See, n square pi square h cross square by 2m a square, and this is also a square and a square. If a is equal to 1 angstrom, ഇത് ആങ്സ്ട്രത്തിലാണ് തരിക. എയുടെ ലെങ്ത് അല്ല, ഇതിൻ്റെ ലെങ്ത് ഒക്കെ ആങ്സ്ട്രത്തിലായിരിക്കും. എ ഇൻ ആങ്സ്ട്രംസ്. നിങ്ങൾക്ക് ചില ചോദ്യങ്ങളിൽ തരും പ്രൊവൈഡഡ് എന്താണ് പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നൊക്കെ തരും. കോൺസ്റ്റൻറ്റുകളെല്ലാം 1 ആക്കി എടുക്കാൻ പറഞ്ഞുകൊണ്ടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള അസംഷൻസ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അതൊന്നും കേട്ട് ഭയപ്പെടേണ്ട. ജസ്റ്റ് പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ എഴുതാതിരിക്കുക, ബാക്കി ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ allowed energy levels. En is equal to n square h square by 8m a square. And eigenfunction psi is equal to എന്താണ്? This is a sin n pi x by a sin n pi x by a. And what is the normalization constant? It is root of 2 by a sin n pi x by a. root of 2 by a sin n pi x by a. So ഈ വേവ് ഫംഗ്ഷൻ അത്ര കറക്റ്റ് ആകണം എന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം പല രീതിയിലുള്ള ബോക്സ് ഉണ്ട്. നമുക്കിവിടെ ബോക്സിനെ പറ്റി ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഓപ്ഷന് തന്നിരിക്കുന്നത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ചിലപ്പം സൈനിന് പകരം കോസ് ആവാം. ഓക്കെ, അപ്പം കാരണം 0 to a particular length 0 to a ആണ് ബോക്സിൻ്റെ ലെങ്തെങ്കിൽ ഇത് കറക്റ്റാണ്. If it was from minus a by 2 to a by 2, minus a by 2 to a by 2, even box ആണെങ്കിൽ, ഈവൻ ലെങ്ത് ആണെങ്കിൽ അൺഈവൻ ലെങ്ത് ആണെങ്കിൽ രണ്ടിനും രണ്ട് രീതിയിലുള്ള വേവ് ഫങ്ഷൻസ് ആണ് കിട്ടുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇനി ഇത്തവണ ഇത് ചോദിച്ചു, അടുത്ത തവണ ചിലപ്പം ഇതേ രീതിയിൽ മറ്റൊരു ബോക്സിൻ്റെ ആയിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ മുമ്പേ ഒരാൾ ചോദിച്ചതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് ഇതേ രീതിയിൽ പോയി ചെയ്തു വെച്ചാൽ ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട്. സോ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല, സെറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. ബട്ട് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് കോച്ചിങ്. കാരണം ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് കോച്ചിങ്ങിന് പോയാൽ ആ പാടെ പിന്നെ ഒരു 2-3 മാസമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്കിതെല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. സിലബസ് ഒന്ന് ചേർത്ത് ഗൂഗിൾ ചെയ്താൽ നമുക്ക് സിലബസ് നോക്കിയാൽ മതി. 6 മാസം കൊണ്ട് കവർ ചെയ്യാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് പോകാനിരുന്നാൽ, കോച്ചിങ്ങിന് ചേരാനിരുന്നാലൊക്കെ വലിയ പാടാണ്. ഓക്കെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പഠനം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പ. സോ ഡു ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ ടു യു. ആണ് സിമ്പിൾ, വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ഓഫ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. ഇതിൻ്റെ മാർക്ക് ബോണസാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ തെറ്റിക്കുന്നവരെ വേണം എന്ത് ചെയ്യാൻ, അവർക്ക് സെറ്റ് എക്സാമേ എഴുതാൻ അർഹതയില്ലെന്ന് പറയേണ്ടി വരും. കാരണം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ, ഒന്ന് വായിച്ചു പോയാൽ തന്നെ ഇതിന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് നോക്കിയേ. An object moves in a circle with the relativistic speed of 0.6 c, emits a radiation of 12 into 10 raised to 11 hertz. A detector placed at the center of the circle measures the frequency as. The relativistic Doppler effect-ൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. ഇത്രയും കാലം ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ തവണ ഇതിൽ സാധാരണ ഇത്രയും കാലവും ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഡോപ്ലർ എഫക്റ്റ് അവർ തൊട്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ ഡോപ്ലർ എഫക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത തവണയൊക്കെ ഡോപ്ലർ എഫക്റ്റും കൂടി നമ്മൾ പഠിച്ചിട്ട് പോകണം. കാരണം എങ്ങാനും ചോദിച്ചാലോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യം 2 രീതിയിൽ ചോദിക്കാം. ഒരു സർക്കിളിൻ്റെ നടുക്കൊരു സോഴ്സ് വെച്ചിട്ട് ഡിറ്റക്ടർ ഞാൻ കറക്കുന്നു.
അല്ലെങ്കിൽ നടുക്ക് ഡിറ്റക്ടർ വെച്ചിട്ട് സോഴ്സ് ഞാൻ കറക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ട് രീതിയിലാണെങ്കിലും ഒന്ന് തന്നെ. അതായത് നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ പഠിക്കുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ലൈറ്റിൻ്റെ സ്പീഡിൽ പോകുമ്പോൾ ഒരു മീറ്റർ സ്കെയിൽ കാണുന്നതും മീറ്റർ സ്കെയിൽ ലൈറ്റിൻ്റെ സ്പീഡിൽ പോയിട്ട് ഞാൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ആ എഫക്റ്റ് റിവേഴ്സിബിൾ എഫക്റ്റാണ്. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ. ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, ഇതൊക്കെ റിവേഴ്സിബിൾ എഫക്ട്സ് ആണ് എന്ന് പറഞ്ഞതുപോലെ റിലേറ്റിവിറ്റി ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ നമ്മൾ ഈ ഡിറ്റക്ടർ വെച്ചിട്ട് സോഴ്സ് കറക്കിയാലും സോഴ്സ് വെച്ചിട്ട് ഡിറ്റക്ടർ കറക്കിയാലും രണ്ടും എഫക്റ്റ് സെയിം തന്നെ. സോ വാട്ട് ഈസ് ദ ആൻസർ? ഹൗ ക്യാൻ വി സോൾവ് ദിസ്? സോ ഡോപ്ലർ എഫക്റ്റ് പ്രകാരം ഇറ്റ് ഈസ് എ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്. റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്, റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിറ്റക്ടറിൻ്റെ ഫ്രീക്വൻസി, ഡിറ്റക്ടർ എത്ര ഫ്രീക്വൻസിയാണ് മെഷർ ചെയ്യുന്നതെന്നാണ്. സോ ഫ്രീക്വൻസി മെഷേർഡ് ബൈ ദ ഡിറ്റക്ടർ, ഫ്രീക്വൻസി മെഷേർഡ് ബൈ ദ ഡിറ്റക്ടർ is equal to 1 by gamma of frequency of the source. 1 by gamma of the frequency of the source. So frequency of the detector is equal to 1 by gamma of the frequency of the source. ഈ റിലേറ്റിവിറ്റിക്കകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ഗാമ. സോ വാട്ട് ഈസ് ദിസ് ഗാമ? ഗാമ ഈസ് ഈക്വൽ ടു 1 by root of 1 minus v square by c square. 1 by root of 1 minus v square by c square. So gamma is equal to 1 by root of 1 minus v square, velocity of the source. എത്രയാണ്? 0.6 c. So that is 0.36 c square by c square. 1 minus 0.36 is 0.64. So 1 by root of 0.64. So that is equal to 1 by 0.8. ദയവ് ചെയ്ത് ഇനി ഇതിത്തെ പണിയാൻ പോകരുത്. ഗാമ is equal to 1 by 0.8 അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഡിറ്റക്ടർ is equal to 1 by gamma. 1 by gamma എന്ന് പറയുന്നത് എത്രയാണ്? ഗാമ 1 by 0.8. 1 by gamma എന്ന് പറയുന്നത് 0.8 ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സോഴ്സ് എത്രയാ? 12 ഇൻറ്റു 10 raised to 11. 12 ഇൻറ്റു 10 raised to 11 hertz. So 12 into 8 is 96. So it is 12 into 0.8 is 9.6 into 10 raised to 11 hertz. 9.6 into 10 raised to 11 hertz. ഗാമ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റെപ്പ്, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. ഓക്കെ, ഗാമ കണ്ടുപിടിക്കാൻ ഇത്ര സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഗാമ ഈസ് ഇത്രയും ചെയ്താൽ മതി, ഉത്തരമായി. ശരിയല്ലേ? എപ്പോഴും ഈ ഗാമയൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ഈ 0.6, 0.8 c അങ്ങനത്തെ കണക്കുകളൊക്കെ ആയിരിക്കും എപ്പോഴും വരിക. ഈ 1 മൈനസ് 0.36, 1 മൈനസ് 0.64 ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് പലതവണ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവണം. 1 മൈനസ് 0.36 എത്രയാണ്? 0.64. 1 മൈനസ് 0.64 എത്രയാണ്? 0.36. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടാകണം. അപ്പം റൂട്ട് ഓഫ് 0.36. അപ്പം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ തവണത്തെ ചോദ്യമാണ്. ഇത് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് ഇത് മുഴുവൻ. ഒന്നും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയുടെ ഭാഗമാണ്. അപ്പം മാത്തമാറ്റിക്കൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തോണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറേ ആഡ് ചെയ്താലും കുറേ സബ്ട്രാക്ട് ചെയ്താലും കുറേ മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചാലും ഒന്നും തെറ്റില്ല. നാട്ടുകാർ ഓർക്കും നമുക്ക് വട്ടാന്ന്, പക്ഷേ ജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അതുകൊണ്ട് സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് നോക്കിക്കേ. എ പാർട്ടിക്കിൾ ഓഫ് കൈനറ്റിക് എനർജി T moves in r theta plane under a potential V of r is equal to minus k by r. If PR and P theta represent conjugate momenta corresponding to the two coordinates, then closed integral PR dr plus closed integral P theta d theta equals. ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വായിക്കുമ്പോൾ ഇതൊക്കെ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും, പക്ഷേ
ജസ്റ്റ് ആ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നോക്കിയേ, നോവൽ പോലെ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ, നോക്കി എന്തോരം ഉണ്ടെന്ന് നോക്ക്. പക്ഷേ വളരെ സിമ്പിളാണ്. ഒരു പാർട്ടിക്കിൾ ആർ തീറ്റ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾ ആർ തീറ്റ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് എന്ത് വരണം, അതിൻ്റെ ലഗ്രാഞ്ചിയൻ നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം. അപ്പോൾ നമ്മൾ ഇവിടെ കോച്ചിങ്ങിന് നമ്മൾ എപ്പോഴും പറയും കുറേ ലഗ്രാഞ്ചിയൻസ് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേത്, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് ആർ തീറ്റ ആ പ്ലെയിനിലേത്, പിന്നെ സ്പെറിക്കൽ പോളാർ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്, ഇതിലെയൊക്കെ ലഗ്രാഞ്ചിയൻസ് നമുക്ക് നേരത്തെ തന്നെ ഹൃദിസ്ഥമായിരിക്കണം. ലഗ്രാഞ്ചിയൻ അതൊക്കെ ഹൃദിസ്ഥമാണെങ്കിൽ ആ ലഗ്രാഞ്ചിയൻ ചെയ്ത് മെനക്കെടേണ്ട കാര്യം നമുക്കില്ല. നേരെ ലഗ്രാഞ്ചിയൻ എഴുതുന്നു, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. സിമ്പിൾ. ഇപ്പോൾ നോക്കിക്കേ, സോ നോക്കാം, ചോദ്യം നോക്കിക്കേ. ദിസ് മൂവ്സ് ഇൻ ആർ തീറ്റ പ്ലെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദിസ് മൂവ്സ് ഇൻ ആർ തീറ്റ പ്ലെയിൻ മീൻസ് ലഗ്രാഞ്ചിയൻ എൽ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു എന്തായിരിക്കും, ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ or minus v of r, clearly minus v of r is equal to half m into r dot square plus r square theta dot square minus v of r, t minus v. നമുക്ക് തന്നിരിക്കുന്ന v of r minus k by r ആണ്. So this is half m into r dot square plus r square theta dot square plus k by r. ലഗ്രാഞ്ചിനായി നോക്കിക്കേ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ലഗ്രാഞ്ചിൻ എഴുതി കഴിഞ്ഞു. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഇഫ് പി ആർ ആൻഡ് പി തീറ്റ, ഇഫ് പി ആർ ആൻഡ് പി തീറ്റ മെഷേഴ്സ് if PR and P theta represent conjugate momenta corresponding to two coordinates. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PR ഉം P തീറ്റയും നമുക്ക് കണ്ടുപിടിക്കണം. So what is the formula for conjugate momenta PR? Or what is the formula for P? P is equal to dou L by dou Qj dot. Pj is equal to dou L by dou Qj dot. ഒക്കെ നമുക്കറിയാവുന്നതാണ്. Pj is equal to dou L by dou Qj dot. So PR is equal to dou L by dou R dot. PR is equal to dou L by dou R dot. ചെയ്തേ, dou L by dou R dot ചെയ്യുമ്പോൾ എന്ത് വരും, mr dot square, ആകെ ഒരെണ്ണേ ഉള്ളൂ. So it is mr dot. PR is equal to mr dot. And next P theta, നമ്മൾ ചോദിച്ചിരിക്കുന്നത് P theta is equal to dou L by dou theta dot. dou L by dou theta dot. This is equal to എന്ത് വരും, dou L by dou theta dot ചെയ്യുമ്പോൾ എന്ത് വരും, this is m r square theta dot. ശരിയല്ലേ, m r square theta dot. So PR y P theta y. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ PR dr പ്ലസ് closed integral p theta d theta. Closed integral PR dr plus closed integral p theta d theta. ഇൻ്റഗ്രൽ ഒന്നും കണ്ട ഒന്നും പേടിക്കണ്ട, കിട്ടിയതെടുത്ത് പേർക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഉത്തരം തന്നെ വന്നോളൂന്നേ, ഒന്നും പേടിക്കണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, പി ആർ. വാട്ട് ഈസ് പി ആർ? ദീസ് എം ആർ ഡോട്ട് ഇൻറ്റു ഡി ആർ പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി തീറ്റ എന്ന് പറയുന്നത് എന്താണ്, എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻറ്റു ഡി തീറ്റ. എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻറ്റു ഡി തീറ്റ. നോക്കിക്കേ, എം ആർ ഡോട്ട് ഇൻറ്റു ഡി ആർ, എം ആർ ഡോട്ട് ഇൻറ്റു ഡി ആർ. എം ആർ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നതിനെ ഇതാ ഇങ്ങനെ എഴുതാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എം ആർ ഡോട്ട് ഇൻറ്റു നോക്കിക്കേ, ഡി ആറിനെ ഞാൻ ഇങ്ങനെ എഴുതുക, ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി. എന്തായാലും തെറ്റുണ്ടോ? ഇല്ല. ഡി ടിയും ക്യാൻസലായി പോകും, നമുക്ക് സെയിം തന്നെ എം ആർ ഡോട്ട് ഡി ആർ പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി ടി. നോക്കിക്കേ, ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, എം ആർ ഡോട്ട് ഡി. വാട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി? ആർ ഡോട്ട്. ഡി തീറ്റ ബൈ ഡി ടി തീറ്റ ഡോട്ട്. So this is closed integral m r dot square dt plus closed integral m r square theta dot square into dt. m r dot square theta dot square into dt. So നോക്കിയേ, രണ്ടിടത്തും വിത്ത് റെസ്പെക്ട് ടു dt, ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു dt ആണ്. So this can be taken as a single integral.
എന്താണ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ഓഫ് ഡി ടി. ഇനി എന്ത് ചെയ്യണം? കണ്ണ് തുറന്ന് ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഹിയർ? ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് പുറത്തെടുത്താൽ എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ 2 times ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, ശരിയല്ലേ? സോ ദിസ് ഈസ് 2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ടി ഡി ടി. 2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ടി ഡി ടി. ഉത്തരവായി. സിമ്പിൾ. നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ +2 നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ശരിയല്ലേ? അല്ലേ? +2 നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പേടിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ബേസിക്സ് അറിയാമോ? ഉത്തരം തന്നെ വന്നോളൂ. ഇതറിയാം, ഇതിനകത്തുനിന്ന് ഇതറിയാം, ബേസിക് ആയിട്ടുള്ള ലഗ്രാഞ്ച് നമുക്ക് എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ വരുമ്പോൾ ഈ ലിമിറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ശരിയായി വന്നോളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. ഫൈൻ, നമുക്ക് മുന്നോട്ട് പോവാം. നോക്കിക്കേ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതാ, ഇൻ്റഗ്രൽ -∞ ടു +∞ x² ഇൻറ്റു ഡെൽറ്റ ഓഫ് 2x - 3dx. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇത് മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ഗണത്തിൽപ്പെടുത്തണോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഗണത്തിൽപ്പെടുത്തണോ എന്ന് നമുക്കറിയത്തില്ല. ഇത് ഇത്രയും നാളും ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ സംബന്ധിച്ച് ഒരു അറിവും സെറ്റിനില്ലായിരുന്നു. സെറ്റുകാർക്ക് ഡിറാക് ഡെൽറ്റ എന്ന് പറയുന്ന ആളുണ്ടെന്നേ അറിയത്തില്ലായിരുന്നു. ഇത്തവണ ഡിറാക് ഡെൽറ്റയിൽ നിന്ന് അവർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മുതൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടീസ് വരെ നോക്കി പഠിച്ച് പോകണം. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ ഡിറാക് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ക്ലാസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇത് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വളരെ ഒറ്റ റിസൾട്ട് പഠിച്ചാൽ നമുക്ക് ഇതിൽ ഉത്തരം കിട്ടും. നമുക്കറിയാം, ഫോർ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, integral a to b f of x into delta of x minus c. Integral a to b f of x into delta of x minus c is equal to f of c. This is equal to f of c if c lies in between a and b. ആൽഫബറ്റിലെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇഫ് സി ലൈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ഈ ലിമിറ്റിനുള്ളിൽ വരുന്നതാണ് ഇത് എങ്കിൽ, ഇതെന്ന് പറയുന്നത് സി ഈസ് ദ സെൻറ്റർ ഓഫ് ഡിറാക് ഡെൽറ്റ, സെൻറ്റർ ഓഫ് ഡെൽറ്റ ഫംഗ്ഷൻ. സി ഈസ് ദ സെൻറ്റർ ഓഫ് ഡെൽറ്റ ഫംഗ്ഷൻ. ഏത് പോയിന്റിലാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്നത് എന്നുള്ളതിനെയാണ് ഈ സി എന്നുള്ള പോയിന്റ് കാണിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സി. ഏത് പോയിന്റിലാണ് ഷൂട്ടപ്പ് ചെയ്തത്? ദിസ് ഈസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സി. സാധാരണ നമ്മൾ എഴുതുന്ന ഡെൽറ്റ ഓഫ് എക്സ് ആണ്. ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈക്വൽ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് 0. ദാറ്റ് മീൻസ് ദ സെൻറ്റർ ഈസ് അറ്റ് ഒറിജിൻ. സെൻറ്റർ ഈസ് അറ്റ് ഒറിജിൻ. ഇവിടെ സെൻറ്റർ ഈസ് അറ്റ് സി. ഓക്കെ, അപ്പം this is equal to f of c if c lies between a and b, and is equal to 0 if c is not in between the limits. 0 if c is not in between the limits. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയ ഒരേ ഒരു വഴി.
വേറെ ഒരു ടെക്നിക്കും ഇതിനകത്ത് ആവശ്യമില്ല. ഇനി നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കുക. ഇത് മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കുക. ഇൻ്റഗ്രൽ -∞ ടു +∞ x² ഇൻറ്റു ഡെൽറ്റ ഓഫ് 2x - 3 dx ആണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കിക്കേ, ഡെൽറ്റ ഓഫ് 2x - 3 എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും 2 കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെൽറ്റ ഓഫ് x - c ആണ്. എക്സിനെ മുമ്പിലോ പുറകിലോ ആരുമില്ല. സോ ഇതിനെ എക്സ് ആക്കണം. എക്സ് ആക്കണമെന്ന് എന്ത് ചെയ്യണം? രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിയേ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞ ഇത് വരും x² ഡെൽറ്റ ഓഫ് x - 3/2 അല്ലേ? x - 3/2 dx. x - 3/2 dx ശരിയല്ലേ? അപ്പം ഈ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/2 ആയി. സെൻറ്റർ ഈസ് അറ്റ് 3/2. സെൻറ്റർ ഈസ് അറ്റ് x is equal to 3/2. സെൻറ്റർ ഈസ് അറ്റ് x is equal to 3/2. 3/2 എന്നുള്ളത് -∞ക്കും +∞ ഇടയ്ക്കാണെന്ന് നമുക്കറിയാം. സോ എന്ത് വരും ഉത്തരം? സോ ഇറ്റ് ഈസ് 1/2 ഇൻറ്റു എഫ് ഓഫ് സി എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് 3/2² അല്ലേ? ദാറ്റ് ഈസ് 9/4 ഇൻറ്റു 1/2. സോ ദിസ് ഈസ് 9/8. ആൻസർ ഈസ് 9/8. ക്ലിയർ? സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ എക്സിൻ്റെ മുമ്പിൽ കിടക്കുന്നതിനെ ഫ്രീ ആക്കാൻ ഓർക്കുക. അതിനെ എടുത്ത് 3/2 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇൻ്റഗ്രൽ a to b f of x ഇൻറ്റു ഡെൽറ്റ ഓഫ് ax - c dx. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ a to b 1 ഒരു a അല്ലേ? സോ ദിസ് ഈസ് ബെറ്റർ യു ക്യാൻ യൂസ് സം അതർ ലെറ്റർ k. സോ റിസൾട്ട് ഇങ്ങനെ പഠിക്കുന്ന. സോ kx 1/k ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഓഫ് x - c/k dx. So c/k lies between a and b. c/k lies between a and b. So the answer will be 1/k into f of c/k. Answer will be 1/k into f of c/k. This is the most general result. Okay. So 1/k into f of c/k. ഇത് ഓർക്കുക, ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു സി ഈസ് ദ സെൻറ്റർ. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് മറന്നു പോയതേ കാണുള്ളൂ. ആൻഡ് ഡെൽറ്റ ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സി ഈസ് ദ സെൻറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സി ഈസ് ദ സെൻറ്റർ. ഓക്കെ. സോ ഈ ഡിറാക് ഡെൽറ്റയുടെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഡിഫറൻസിയേഷൻസും ഇൻ്റഗ്രേഷനും ഒക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഫോർമുലയൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഡിറാക് ഡെൽറ്റ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ ടു യു ആൻഡ് ദ ആൻസർ ഈസ് 9/8. കഴിഞ്ഞ തവണ തെറ്റിപ്പോയവരുണ്ടെങ്കിൽ അത് തെറ്റ് ഇപ്പോൾ ഒന്ന് തിരുത്തിയേക്കുക. സി ദ നെക്സ്റ്റ്. The relative probability between two different energy states having energy difference 4.83 into 10⁻21 joule at 175 Kelvin is. ഇതാണ് ചോദ്യം. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കിട്ടാവുന്ന ഒരു സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. ദ റിലേറ്റീവ് പ്രോബബിലിറ്റി ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ്. ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ടെന്നേ. ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റിയാൽ നമ്മൾ എത്രത്തോളം കട്ട് ഓഫിലേക്ക് അടുക്കുന്നു എന്ന് ഓർത്ത് നോക്കിയേ അല്ലേ. ഇത് കഴിഞ്ഞ് നമ്മൾ ചോദിച്ച ചോദ്യമാണ്. റിലേറ്റീവ് പ്രോബബിലിറ്റി ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റ്സ് ഹാവിങ് ആൻ എനർജി ഡിഫറൻസ് 4.83 into 10⁻21 joule at 175 Kelvin is. ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ചരിത്രം പറഞ്ഞു തരാം. ചരിത്രം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, പ്രോബബിലിറ്റി ഫോർ എ പാർട്ടിക്കിൾ ടു ബി ഇൻ ആൻ എനർജി സ്റ്റേറ്റ് EA. പ്രോബബിലിറ്റി ഫോർ എ പാർട്ടിക്കിൾ ടു ബി ഇൻ ആൻ എനർജി സ്റ്റേറ്റ് EA എന്താണ്?
this is equal to a e raised to minus ea divided by kbt. A e raised to minus ea divided by kbt, where kb is the Boltzmann's constant. ഓർത്ത് വെക്കുക, ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഓർത്ത് വെക്കണം. So this is the probability for a particle to be in a state, energy state Ea. So and this is the normalization constant. This is the normalization constant. This is the normalization constant, and you can find the normalization constant. A is equal to 1 by z. A is equal to 1 by z, where z is the partition function. Z is the partition function, Boltzmann's distribution. So Z is the partition function, and Z is equal to summation of all states, Ea into e raised to minus Ea divided by kBt. Z is equal to summation over all energy state Ea into e raised to minus Ea divided by kBt. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് there are two energy levels, one is E1 and the other one is E1 plus delta E. One is E1 and the other is E1 plus delta E. That means the energy difference between two levels is delta E. Energy levels between two levels is delta E. അങ്ങനെയാണെങ്കിൽ what is the probability P1 divided by P2? What is the probability? ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക്. ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് P1 ഡിവൈഡഡ് ബൈ P2? P1 എന്ന് പറയുന്നത് എന്താണ്? P1 ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ, അടിയിലും എ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ഇ റൈസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ കെ ബി ടി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു മൈനസ് ഇ വൺ ഓർ ഇ വൺ, better it is E1. E1 divided by kBt, E1 plus delta E divided by kBt. ശരിയല്ലേ? സോ കോമൺ ആയിട്ട് ഇ റൈസ് ടു മൈനസ് E1 ഡിവൈഡഡ് ബൈ kBt ഉണ്ട്. സോ അത് ക്യാൻസൽ ആയി പോകുന്നു. മിച്ചം എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ kBt വരും. മുകളിൽ പോകുമ്പോഴത്തേന് ഇ റൈസ് ടു പ്ലസ് ഡെൽറ്റ ഇ ബൈ kBt. സോ P1 by P2 is equal to e raised to delta E by kBt. e raised to delta E by kBt എന്ന് വരും. ക്ലിയർ ആണല്ലോ? e raised to delta E by kBt. സോ ഇപ്പോൾ ഒരു 2 level സിസ്റ്റം ആണെങ്കിൽ, if it is a 2 level system, probability, ratio of a probability, either the particle will be in this state or the particle will be in this state. ഈ രണ്ട് ലെവലേ ഉള്ളൂ. That means the total probability P1 plus P2 is equal to 1. P1 by P2 is equal to 1, should be equal to 1. Probability, sum of probabilities should be equal to 1. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. So that means P1 plus P2 should be equal to 1. ഇനി if you use 1 and 2 together, you can write P1 and P2. What is P1? P1 is equal to എന്ത് വരും? P1 is equal to 1 by 1 plus e raised to minus delta E by kBt, and P2 is equal to 1 by 1 plus e raised to delta E by kBt. ഓർത്ത് വെക്കുക, P1 is equal to 1 by 1 plus e raised to minus delta E by kBt, and P2 is equal to 1 by 1 plus e raised to plus delta E by kBt. Okay, so that means if you plot between the two probabilities, that means this is the temperature, and this is P1, temperature P1. രണ്ടും കൂടെ വരയ്ക്കുകയാണെന്ന് കരുതുക, രണ്ടും കൂടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 1 by 1 plus e raised to minus delta E, that means it is exponentially decreasing. So this is 0.5 half, ഇത് ഹാഫ് ആണ്. സോ ഇത് 1 ആണ്. മാക്സിമം പ്രോബിലിറ്റി 1 അല്ലേ വരാൻ പറ്റുള്ളൂ, അത് കൂടുതൽ പോകാൻ പറ്റിയില്ല. സോ the graph will look like this.
the probability is decreasing and it reaches 1 by 2. 1 by 2. So P1 ഇങ്ങനെ. That means temperature കൂടുന്തോറും ഇത് സാച്ചുറേറ്റഡ് ആയിട്ട് വരുന്നു. ഇനി this is P2 and this is temperature T. If you plot, ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുക. ടെമ്പറേച്ചർ കൂടുന്തോറും എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുന്തോറും ഫസ്റ്റ് ലെവലിൽ നിന്ന് പ്രോബബിലിറ്റി കുറഞ്ഞു വരുന്നു. ഫസ്റ്റ് ലെവലിൽ നിന്ന് പ്രോബബിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ സെക്കൻഡ് ലെവലിൽ ഇനീഷ്യലി പ്രോബബിലിറ്റി വാസ് 0 ആൻഡ് as temperature increases it reaches the second stage. This is 0.5 and this is 1 and the graph will be like this. That means at low temperature the system is in the lowest energy state. At low temperature the system is in the lowest energy state. ഇവിടെ P2 വാല്യൂ 0 ആണ്. ലോ ടെമ്പറേച്ചറിൽ P2 വാല്യൂ 0 ബട്ട് P1 വാല്യൂ 1 ആണ്. Low temperature the system is in the lowest energy state and as temperature increases the probability for the particle to occur in the second level increases. തിയറി ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. അടുത്ത തവണ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനത്തെ ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്തേ മതിയാവും. ക്ലിയർ? ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇത്രയാണ് ഈ ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്ത് പഠിക്കാനും ഓർത്ത് വെക്കാനും ശ്രമിക്കുക. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരു ചോദ്യം വായിക്കുമ്പോൾ പരീക്ഷയ്ക്കല്ല കേട്ടോ, ഇപ്പോൾ പഠിക്കാനെടുക്കുമ്പോൾ ഒരു ചോദ്യം അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഓർത്ത് വെക്കണം. ക്ലിയർ? നോക്കിക്കേ, നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലത്തിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് റിലേറ്റീവ് പ്രോബബിലിറ്റി ബിറ്റ്വീൻ ദ ചോദിച്ചേക്കുന്നത്. റിലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റേഷ്യോ P1 by P2. എന്താണ് P1 by P2 is equal to, നമ്മൾ പഠിച്ചതാണ്, P1 by P2 is equal to e raised to delta E divided by KBT. e raised to delta E by KBT. വളരെ കരുണയുള്ള ആളാണ് ചോദ്യം ഇട്ടത്. ഡെൽറ്റ ഇയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു e raised to ഡെൽറ്റ ഇയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 4.83 ഇൻറ്റു 10 raised to -21 ജൂളും തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ കെബിയുടെ വാല്യൂ എത്രയാണ്? 1.38 ഇൻറ്റു 10 raised to -23 അല്ലേ? ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 175 കെൽവിൻ. ഓർക്കുക, എപ്പോഴും ഇവിടെ ചിലപ്പോൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലൊക്കെ തന്ന് നമ്മളെ പറ്റിച്ചെന്നിരിക്കും. ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിലിട്ട് പ്രോബ്ലം ചെയ്യരുത്. തെർമോഡൈനാമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും ദ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. കെൽവിനിലിട്ടേ ചെയ്യാവൂ, മറന്നു പോകരുത്. സോ ദിസ് ഈസ് ഇറ്റ്. സോ നോക്കിയാൽ 1.38 ഇൻറ്റു 10 raised to 23. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. 10 raised to 23 മുകളിലോട്ട് പോയാൽ 10 raised to -21 10 raised to 23 ആണ്. സോ ദിസ് വിൽ ബി 4.83 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1.38 ഇൻറ്റു 175 എന്ന് പറഞ്ഞാൽ 483 ഡിവൈഡഡ് ബൈ 1.38 ഇൻറ്റു 175. ജസ്റ്റ് ഇവിടെ ഒരു 1.38 3/2 എന്ന് കൊടുത്ത് 3/2 ആൻഡ് 500 ആവുകയാണെങ്കിൽ 500 ഇൻറ്റു 2000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 200 600. So this will be 2 something e raised to 2. Okay, so this is e raised to 2. Clear? I hope this question is very simple and very clear to you. And the background കൂടി പഠിച്ചു വെക്കുക. Okay, and see the next one. A 2/2 matrix M has eigenvalues. രണ്ട് ഐഗൻ വാല്യൂ തന്നിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n സച്ച് ദാറ്റ് m raised to m power n is equal to I is, where I is the identity matrix. ഒക്കെ അറിയാമല്ലോ അല്ലേ? സോ ഒരു 2/2 മെട്രിക്സിന് രണ്ട് ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് m raised to n I ആകാൻ n-ൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം, if lambda is the eigenvalue, if lambda is the eigenvalue of a matrix, if lambda is the eigenvalue of a matrix M, then lambda power k is
ദ ഐഗൻ വാല്യൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വേണ്ട കാര്യം. ദെൻ ലാംഡ പവർ കെ ഈസ് ദ ഐഗൻ വാല്യൂ ഓഫ് എം പവർ കെ. എമ്മിൻ്റേത് ലാംഡയാണെങ്കിൽ എം പവർ കെയുടേത് ലാംഡ പവർ കെ ആയിരിക്കും. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. തന്നിരിക്കുന്ന ഏതാണ്? ഇ റൈസ് ടു ഐ പൈ ബൈ 6 ആൻഡ് ഇ റൈസ് ടു ഐ പൈ ബൈ 5. ഇ റൈസ് ടു ഐ പൈ ബൈ 6ഉം ഇ റൈസ് ടു ഐ പൈ ബൈ 5ഉം ആണ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1 ആൻഡ് ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1. ഇത് 1 ആകണമെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു ഐ പൈ ബൈ 6ഉം ഇ റൈസ് ടു ഐ പൈ ബൈ 5ഉം രണ്ടും 1 ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ദിസ് മസ്റ്റ് ബി n പൈ ബൈ 6 ആൻഡ് n പൈ ബൈ 5. n പൈ ബൈ 6 ആൻഡ് n പൈ ബൈ 5 എന്തായിരിക്കണം? ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2π. ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2π. ശരിയല്ലേ? n പൈ ബൈ 6ഉം n പൈ ബൈ 5ഉം മൾട്ടിപ്പിൾസ് ഓഫ് 2π ആണെങ്കിൽ മാത്രമേ ഇത് രണ്ടും 1 ആവുള്ളൂ. ഇ റൈസ് ടു 2π അല്ലേ 1 ആകണം അല്ലേ? ഇ റൈസ് ടു 2π എന്ന് പറയുന്നതല്ലേ 1 അല്ലേ? കോസ് 2π പ്ലസ് ഐ സൈൻ 2π. ഐ സൈൻ 2π പോയി, കോസ് 2π ഈസ് 1. സോ n പൈ ബൈ 6 ആൻഡ് n പൈ ബൈ 5 ഷുഡ് ബി മൾട്ടിപ്പിൾസ് ഓഫ് 2π. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? LCM ഓഫ് 6 ആൻഡ് 5 അല്ലേ? 6ഉം 5ഉം ഒരുമിച്ച് 1 ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ LCM ആയിരിക്കണം. സോ അതിൻ്റെ LCM എത്രയാണ്? 6 × 5 ഇറ്റ് ഈസ് 30. 6 × 5 30. ഭാഗ്യത്തിന് കഴിഞ്ഞ തവണത്തെ ഓപ്ഷനിൽ 30 എന്ന് പറയുന്ന ഉത്തരമില്ല. 30 എന്ന് പറയുന്ന ഉത്തരം ഉണ്ടെങ്കിൽ നമ്മൾ ഭൂരിപക്ഷം പേരും 30 കൊണ്ടേ കുത്തും. 30 ആൻസർ എന്താണ്? ഇറ്റ് ഈസ് റോങ്. കാരണം എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2π എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അപ്പം എന്നിൻ്റെ വാല്യൂ 30. സോ 2nπയുടെ വാല്യൂ എന്തായിരിക്കണം? 2nπയുടെ വാല്യൂ എന്തായിരിക്കണം? 60 ആകണം. 2nπയുടെ വാല്യൂ എന്തായിരിക്കണം? 60 ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവും. ഓക്കെ, സോ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n such that m power n is n should be 60. ക്ലിയർ? മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ മെട്രിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. സോ മെട്രിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതിൽ നിന്നും ഒരു 2 ചോദ്യം 3 ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിനകത്തൊന്നും ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. ക്ലിയർ? ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ ടു യു. നോക്കിയേ, സമയം തീരുന്നു. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും നമുക്ക് അടുത്ത ലൈവിലൊക്കെ വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ സെറ്റ് റിസൾട്ടാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ സെറ്റ് റിസൾട്ട്. കുറേ റിസൾട്ടുകളുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ സെറ്റിൻ്റെ കോച്ചിങ് തുടങ്ങാൻ ഈ പറഞ്ഞ പോലെ മുമ്പേ ഒരാൾ ചോദിച്ചതുപോലെ ആപ്ലിക്കേഷൻ വിളിക്കാറായപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റിൻ്റെ സബ്ജക്റ്റ് കോച്ചിങ് തുടങ്ങുന്നത്. ജനറൽ പേപ്പറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ അതിൻ്റെ കേട് തീർത്ത് നമ്മൾ മുഴുവൻ കവർ ചെയ്തു. കഴിഞ്ഞ തവണ കുറച്ച് ചെയ്തിട്ട് കൂടി നമുക്ക് ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇത്തവണ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കുറേ പ്രോബ്ലംസ് കൂടിയുണ്ട്, ഇനിയും കുറേ ചെയ്യാനുണ്ട്. കുറേ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. സമയം തീർന്നതുകൊണ്ട് 1 മണിക്കൂറാണ് ലൈവ്. അപ്പം ഇനി നമുക്ക് അടുത്ത ലൈവിൽ നമുക്ക് കണ്ടുമുട്ടാം. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ലൈവ് ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു ജോയിൻ അവർ ഫാമിലി. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഫാമിലിയിലേക്ക് സ്വാഗതം ഒന്നുകൂടി. അപ്പം ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് സമയം കളയാതെ, സമയം ഒട്ടും വേസ്റ്റ് ആക്കാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സെറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ആൻഡ് വി വിൽ സീ യു. ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.